ഏവർക്കും സ്വാഗതം. വീടിൻ്റെ പില്ലർ ഫൗണ്ടേഷനുകളിലെ സ്റ്റീലുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കോൺക്രീറ്റ് പില്ലറുകളുടെ താഴെയുള്ള ഫൗണ്ടേഷനുകളിൽ എങ്ങനെ നമ്മൾക്ക് സ്റ്റീൽ പ്രിപ്പയർ ചെയ്യാം? പില്ലർ ഫുട്ടിങ്ങുകൾ നമ്മൾ പലതരത്തിൽ നിർമ്മിക്കാറുണ്ടെങ്കിലും കോമൺ ആയിട്ടുള്ള നമ്മൾ ഉപയോഗിച്ച് വരുന്ന രണ്ട് ഫുട്ടിങ്ങുകളാണ് ഈ കാണുന്നത്. നമുക്ക് ഈ ഒരു ഫുട്ടിങ്ങിന് ആവശ്യമായ സ്റ്റീൽ എങ്ങനെയാണ് നിർമ്മിക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഫുട്ടിങ്ങിൻ്റെ നീളം എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ അതിൻ്റെ വീതി 120 സെൻറ്റിമീറ്റർ, അതുപോലെ അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്ററുമാണ്. ഈ ഫൗണ്ടേഷൻ്റെ മുകളിലാണ് നമ്മൾ പില്ലർ വാർക്കുന്നത്. സ്റ്റീൽ വർക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കോൺക്രീറ്റ് കവർ എന്താണ് എന്നുള്ളത്. എന്താണ് കോൺക്രീറ്റ് കവർ? നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഔട്ടർ ഫേസ് അല്ലെങ്കിൽ വെളിയിലുള്ള ആ ഭാഗവും നമ്മുടെ സ്റ്റീലും തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ കോൺക്രീറ്റ് കവർ എന്ന് പറയുന്നത്. അതായത് കോൺക്രീറ്റ് കവർ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റീൽ നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം, നമ്മളുടെ തട്ട് പൊളിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഷട്ടറിങ് എല്ലാം മാറ്റിയതിന് ശേഷം, പലകയെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റീൽ വെളിയിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ ഔട്ടർ ഫേസും ഈ സ്റ്റീലും തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ കോൺക്രീറ്റ് കവർ എന്ന് പറയുന്നത്. അത് സ്റ്റീലിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺക്രീറ്റ് കവർ കൊടുക്കുന്നത്. ഓരോ സ്ട്രക്ചറിൻ്റെയും ഘടനയ്ക്കനുസരിച്ച് അതിൻ്റെ കോൺക്രീറ്റ് കവർ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. സാധാരണ നമ്മൾ 2.5 സെൻറ്റിമീറ്റർ മുതൽ 7 സെൻറ്റിമീറ്റർ വരെയെല്ലാം കോൺക്രീറ്റ് കവർ കൊടുക്കാറുണ്ട്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ 5 സെൻറ്റിമീറ്ററാണ് കോൺക്രീറ്റ് കവർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിലെ സ്റ്റീലിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ഫുട്ടിങ്ങിൻ്റെ ഒരു ഡ്രോയിങ് ആണ്. അതിനകത്ത് നമുക്ക് ഒരു പ്ലാനും കാണാം, അതുപോലെ തന്നെ അതിൻ്റെ സെക്ഷനും കാണാം. പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് 200x200 എന്ന് കാണിച്ചിരിക്കുന്നത് അത് പില്ലറിൻ്റെ ആ ഒരു സൈസും ആ സ്റ്റീലിൻ്റെ ഡീറ്റെയിൽസുമാണ് 200x200 എന്ന് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പില്ലറുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഫൗണ്ടേഷനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ നോക്കുക, 1200 ഹൊറിസോണ്ടലായിട്ട് 1200 എന്നും വെർട്ടിക്കലായിട്ട് 1200 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് 1200 നീളവും 1200 വീതിയുമുള്ള ഒരു ഫൗണ്ടേഷനാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അവിടെ ആരോ ഇട്ടുകൊണ്ട് ഒരു റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് 8T12 at 150 cc എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 8 എന്ന് പറയുന്നത് 8 നമ്പേഴ്സ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് പല രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ 8T എന്ന് കാണിച്ചിരിക്കുന്നത് 8 നമ്പേഴ്സാണ്. T12 എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ ആണ്, അതായത് അതിൻ്റെ ഡയമീറ്ററാണ്. അപ്പോൾ 12 mm സ്റ്റീലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് 8 നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ അറ്റ് 150 cc, അതായത് 150 മില്ലിമീറ്റർ സെൻറ്റർ ടു സെൻറ്ററാണ്. അതായത് 15 സെൻറ്റിമീറ്റർ, ഏകദേശം 6 ഇഞ്ച് സെൻറ്റർ ടു സെൻറ്ററായിട്ടാണ് ആ സ്റ്റീൽ ഇട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ആ ഒരു ഡയറക്ഷനിൽ, എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ഡയറക്ഷനിൽ 8 സ്റ്റീലുകൾ 12 mm 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ച് വെർട്ടിക്കലായിട്ടുള്ള ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ സെയിം ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സെയിം നമ്പർ അവിടെ വരുവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡിലെയും നീളം അല്ലെങ്കിൽ 1200 എന്ന് പറയുന്നത് രണ്ട് സൈഡ് സെയിം ആയതുകൊണ്ടാണ് സെയിം നമ്പർ അവിടെ വന്നിരിക്കുന്നത്. ഇനി മുകളിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സെക്ഷൻ കാണാം. അതായത് നമുക്ക് ഈ നമ്മുടെ ഫുട്ടിങ്ങിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു സെക്ഷനാണ് കാണുന്നത്. അത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള സെക്ഷൻ, അത് മുകളിലേക്ക് നമുക്ക് അവിടെ കോളമെല്ലാം പോയിരിക്കുന്നതെല്ലാം കാണുവാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് ഇവിടെ നമ്മൾ എങ്ങനെയാണ് സ്റ്റീൽ ഈ ഫുട്ടിങ്ങിനുള്ളിൽ പ്ലേസ് ചെയ്യുന്നത് എന്ന് നോക്കുക. അതായത് എക്സ് ഡയറക്ഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ്. ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ 8 നമ്പേഴ്സാണ് നമ്മൾ അവിടെ കണ്ടത്. ഈ 8 നമ്പേഴ്സ് വരിവരിയായിട്ട് 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വൈ ഡയറക്ഷൻ, അതായത് ഗ്രീൻ കളറിൽ കാണുന്ന ഡയറക്ഷനിലും 8 സ്റ്റീല് വരിവരിയായിട്ട് ഇട്ടിരിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റീല് ഫുട്ടിങ്ങിൻ്റെ ബോട്ടം സ്റ്റീല് അല്ലെങ്കിൽ താഴത്തെ സ്റ്റീല് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ റെഡ് കളറിലുള്ള സ്റ്റീല്, അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള സ്റ്റീല്, ഈ 2 തരം സ്റ്റീല് മാത്രമാണ് ഈ ഫുട്ടിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റെഡ് കളറിലുള്ള 8 സ്റ്റീല് നമ്മൾ ഒരേ ദിശയിലും, ഗ്രീൻ കളറിലുള്ള 8 സ്റ്റീല് നമ്മൾ വേറെ ഒരു ദിശയിലും ആണ് ഇട്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്
എന്തുകൊണ്ടാണ് ഇത് 8 നമ്പേഴ്സ് വന്നത് എന്നും അതുപോലെ തന്നെ ഈ സ്റ്റീലിൻ്റെ നീളവും എന്താണ്, അതുപോലെ തന്നെ ആ സൈഡിലുള്ള അതിൻ്റെ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ നീളം എത്രയാണ്, ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ എളുപ്പത്തിന് ഞാൻ റെഡ് കളറിലുള്ള ആ ഒരു സൈഡിനെ എക്സ് ഡയറക്ഷൻ എന്നും ഗ്രീൻ കളറിലുള്ള ആ ഒരു സൈഡിനെ ആ ഒരു ഡയറക്ഷനെ നമ്മൾ വൈ ഡയറക്ഷൻ എന്നും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുക, രണ്ട് ഡയറക്ഷനിലെയും നീളം 120, രണ്ട് ഡയറക്ഷനിലെ നീളം 120 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നമുക്ക് ഒരു ഡയറക്ഷനിലെ എക്സ് ഡയറക്ഷനിലെ സ്റ്റീലിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ആദ്യം കവറിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ട്. യു ഷേപ്പിലുള്ള ഒരു സ്റ്റീലാണ് നമ്മളുടെ അടുത്തുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഈ 3 സൈഡുകളാണ്. ഈ യു ഷേപ്പിന് 3 സൈഡുകളാണുള്ളത്. അപ്പോൾ ഈ 3 സൈഡിൻ്റെ നീളമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു സൈഡിലെ കോൺക്രീറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ ആണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സ്റ്റീലിൻ്റെ നീളം കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ 120 സെൻറ്റിമീറ്ററിൽ നിന്നും രണ്ട് സൈഡിലെ കവർ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 5 സെൻറ്റിമീറ്റർ വെച്ചാണ് നമ്മൾ രണ്ട് സൈഡിലും കവർ ഇടുന്നത്. അതായത് കോൺക്രീറ്റിൻ്റെ ഫേസിൽ നിന്നും സ്റ്റീൽ വരെയുള്ള ആ ഒരു ക്ലിയർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കവർ എന്ന് പറയുന്നത്. അത് നമ്മൾ 5 സെൻറ്റിമീറ്ററാണ് ഇടുന്നത്. അപ്പോൾ 120 മൈനസ് 5 മൈനസ് 5, അപ്പോൾ നമുക്ക് 110 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. അപ്പോൾ ആ സ്റ്റീൽ നമ്മൾ ബെൻഡ് ചെയ്യാനുള്ള സ്റ്റീലിൻ്റെ നീളം എന്ന് പറയുന്നത് 110 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിരിക്കുകയാണ്. ഇനി രണ്ട് സൈഡിലുമുള്ള ആ ബെൻഡ് അല്ലെങ്കിൽ ആ വളച്ചു വെച്ചിരിക്കുന്ന ഭാഗം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മളുടെ ടോട്ടൽ ഫുട്ടിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഈ കവർ കൊടുത്തിരിക്കുന്നത് എല്ലാ സൈഡുകളിലും തുല്യമായ രീതിയിൽ കവർ കൊടുക്കുന്നുണ്ട്. തുല്യമായി കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇവിടെ നമ്മൾ 5 സെൻറ്റിമീറ്റർ വെച്ചാണ് എല്ലായിടത്തും തുല്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ താഴെ 5 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ മുകൾ ഭാഗത്തും 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 30 മൈനസ് 5 മൈനസ് 5, അപ്പോൾ നമുക്ക് 20 സെൻറ്റിമീറ്ററാണ് അവിടെ നമുക്ക് സ്റ്റീൽ ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് രണ്ട് സൈഡിലും നമ്മൾ സ്റ്റീൽ 20 സെൻറ്റിമീറ്ററിൻ്റെ ബെൻഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റീൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 20 സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് ബെൻഡ് രണ്ട് സൈഡിലും, അതുപോലെ തന്നെ 110 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു യു ഷേപ്പിലുള്ള സ്റ്റീലാണ് നമ്മൾ അവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നമ്പേഴ്സ്, എത്ര നമ്പേഴ്സ് നമുക്ക് വേണം, അതായത് ഈ റെഡ് കളറിലുള്ള സ്റ്റീൽ എത്ര എണ്ണം വേണം എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ റെഡ് കളറിലുള്ള സ്റ്റീൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് എക്സ് ഡയറക്ഷനിലാണ് അതിൻ്റെ നീളം പോകുന്നതെങ്കിലും നമ്മൾ അത് ഇട്ട് പോകുമ്പോൾ വൈ ഡയറക്ഷനിലെ സ്പേസിങ്ങിലാണ് നമ്മളത് ഇട്ട് പോകുന്നത്. വൈ ഡയറക്ഷനിലേക്കാണ് 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ അത് പോകുന്നത്. ഈ 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിൻ്റെ നമ്പേഴ്സ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. നമുക്ക് തീർച്ചയായിട്ടും ഫുട്ടിങ് താഴെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 15 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അളന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്കൊരു ഡ്രോയിങ്ങിൽ നിന്നും എങ്ങനെ ഇത് എത്ര സ്റ്റീൽ വേണം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് 120 എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലുള്ള ടോട്ടൽ കോൺക്രീറ്റിൻ്റെ അളവാണ്. അതായത് അത് 120 ആണ്. അതായത് പച്ച അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ കാണുന്ന വൈ ഡയറക്ഷനിലുള്ള ആ കോൺക്രീറ്റിൻ്റെ നീളം. കാരണം നമ്മൾ വൈ ഡയറക്ഷനിലാണ് സ്റ്റീൽ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് എത്ര നമ്പർ വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ആ വൈ ഡയറക്ഷനിലുള്ള 120 മൈനസ് അവിടുത്തെ രണ്ട് സൈഡിലെയും കവർ 5 മൈനസ് 5, അപ്പോൾ നമുക്ക് 110 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ 110 നമുക്ക് സ്റ്റീൽ ഇടേണ്ട ഒരു ദൂരം എന്ന് പറയുന്നത്. ആ 110നെ നമ്മൾ 15 സെൻറ്റിമീറ്റർ, അതായത് 150 mm, അതുകൊണ്ട് നമ്മൾ ഹരിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര നമ്പർ കിട്ടുന്നു എന്ന് നോക്കുക. അപ്പോൾ 7.3 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മളുടെ സ്റ്റീലിൻ്റെ അളവല്ല, സ്പേസിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. എത്ര സ്പേസാണ്, എത്ര ഗ്യാപ്പാണ് നമുക്കുള്ളത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് ഓരോ ഗ്യാപ്പിലും നമ്മൾ ഓരോന്നും ഇടുമ്പോൾ നമുക്ക് ഒരു നമ്പർ എക്സ്ട്രാ ഇടേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് +1 എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് 8 നമ്പേഴ്സ് നമ്മൾ റൗണ്ട് ഫിഗർ 7.3 ആയിട്ട് നമുക്ക് സ്റ്റീൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ റൗണ്ട് ഫിഗറിൽ 8 നമ്പേഴ്സായിട്ട് നമ്മളവിടെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ ആ സ്റ്റീൽ അവിടെ ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് 8 നമ്പർ നമുക്ക് കിട്ടുന്നത്. താഴെ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടോട്ടൽ ലെങ്ത്, അതായത് വൈ ഡയറക്ഷനിലുള്ള ടോട്ടൽ ലെങ്ത്തിൽ നിന്നും രണ്ട് സൈഡിലെയും കവർ കുറച്ചതിന് ശേഷം അതിനെ നമ്മുടെ സ്പേസിങ് എത്ര സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഹരിക്കുക. അതിൻ്റെ കൂടെ ഒരു നമ്പർ കൂട്ടുക. ഇതാണ് നമ്മൾക്ക് ഒരു സൈഡിലേക്ക് വേണ്ട സ്റ്റീലിൻ്റെ നമ്പർ എന്ന് പറയുന്നത്.
ഇതേപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള ആ ഒരു സ്റ്റീലിൻ്റെ അളവും ഇതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ രണ്ട് സൈഡും ഒരേ തുല്യ അളവായതുകൊണ്ട് നമ്മൾ ഇതേ അളവ് തന്നെയായിരിക്കും അവിടെയും വരുന്നത്. ഉദാഹരണത്തിന് ഇവിടെ വൈ ഡയറക്ഷൻ 150 സെൻറ്റിമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 150 മൈനസ് 5 മൈനസ് 5, അപ്പം നമ്മുടെ സ്റ്റീലിൻ്റെ നീളം 140 സെൻറ്റിമീറ്റർ ആയിട്ട് മാറിയേനെ. അതുപോലെ തന്നെ അതിൻ്റെ നമ്പേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഡയറക്ഷനിൽ 120 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലിടുമ്പോൾ നമുക്ക് 8 നമ്പർ തന്നെയായിരിക്കും കിട്ടുക. ഇങ്ങനെ കിട്ടുന്ന ഒരു സ്റ്റീലിനെ നമ്മൾ നോക്കിയാൽ ഒരു മെഷ് പോലെ നമുക്ക് ഒരു വല അല്ലെങ്കിൽ ഒരു മെഷ് പോലെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഓരോ കള്ളിയും നമ്മൾ അളന്ന് നോക്കിയാൽ 15 സെൻറ്റിമീറ്റർ ബൈ 15 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇത് നമ്മളിപ്പോൾ കണ്ടതുപോലെയുള്ള സെയിം ഡ്രോയിങ് ആണ്, പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2 × 8 T12 at 150, പിന്നെ ബ്രാക്കറ്റിൽ T1 B1 എന്നെല്ലാം എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. അതായത് ഇത് നമ്മൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ബോട്ടം ലെയർ, അതായത് താഴെ മാത്രം നമ്മൾ സ്റ്റീൽ ഇട്ടുകൊണ്ട് ചെയ്യുന്ന പില്ലറുകളെ കുറിച്ചായിരുന്നു. അപ്പോൾ മേളിൽ നമ്മൾ, അതായത് ഡബിൾ ലെയറിലുള്ള ഫൗണ്ടേഷൻ, മേളിൽ കൂടി നമ്മൾ സ്റ്റീൽ ഇട്ടുകൊണ്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ്റെ സ്റ്റീൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഈ ഒരു ഡ്രോയിങ് നോക്കിയാൽ അറിയാം. 2 × 8 T12. അപ്പോൾ 2 × 8 എന്ന് പറയുമ്പോൾ 16 നമ്പേഴ്സാണ് വരുന്നത്. അതായത് 8 ബോട്ടത്തിലും 8 ടോപ്പിലും. റെഡ് കളറിലുള്ള 8 + 8, റെഡ് കളറിലുള്ള 8 സ്റ്റീൽ ബോട്ടത്തിലും 8 സ്റ്റീൽ ടോപ്പിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ കളറിലുള്ള 8 സ്റ്റീൽ ബോട്ടത്തിലും 8 സ്റ്റീൽ ടോപ്പിലും വരുന്നു. നിങ്ങൾക്ക് സെക്ഷനിലും അതുപോലെ തന്നെ ഈ പ്ലാനിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് എങ്ങനെയാണ് നമ്മൾ സ്റ്റീൽ ഇടുന്നത് എന്നുള്ളത്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ ഒരു മെഷ്, താഴെയുള്ള ഒരു മെഷ് വെച്ചിട്ട് അതിന് മേളിലേക്ക് നമ്മൾ കമഴ്ത്തി വെക്കുന്ന രീതിയിലുള്ള അടുത്ത ഒരു മെഷ് വന്നിട്ട് വെക്കുന്ന രീതിയിലായിരിക്കും ഇതിരിക്കുന്നത്, ഈ ഒരു ഫൗണ്ടേഷൻ ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നമ്മൾ അളന്നു നോക്കിയാലും നമ്മൾ വെക്കുന്ന കവർ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടുവാനായിട്ട് സാധിക്കും. ബോട്ടത്തിൽ നിന്നായാലും സൈഡിൽ നിന്നായാലും അതിൻ്റെ ടോപ്പിൽ നിന്നായാലും സെയിം കവറായിരിക്കും, കോൺക്രീറ്റ് കവറായിരിക്കും അതിന് ഉണ്ടായിരിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഷട്ടറിങ് അല്ലെങ്കിൽ പലകയെല്ലാം വെച്ചിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഫുട്ടിങ്ങിലുള്ളത്. പക്ഷേ ഈ ഒരു ഫുട്ടിങ് നമ്മൾ കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നമ്മളുടെ കോളം പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ പില്ലർ പ്ലേസ് ചെയ്യണം. പില്ലർ പ്ലേസ് ചെയ്യാനായിട്ട് പില്ലറിൻ്റെ സ്റ്റീലാണ് നമ്മൾ ആദ്യം ഇടുക. എന്നിട്ട് നമ്മൾ ഫൗണ്ടേഷൻ കാസ്റ്റ് ചെയ്തതിന് ശേഷം മുകളിലേക്കുള്ള പില്ലർ കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പില്ലറിൻ്റെ സ്റ്റീലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എങ്ങനെയാണ് നമ്മുടെ ഒരു ഫൗണ്ടേഷനുള്ളിൽ പില്ലർ എങ്ങനെയാണ് വെക്കുന്നത്, അതിൻ്റെ സ്റ്റീലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.